ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നന്നായി ഫോളോ ചെയ്യേണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് അതൊക്കെ നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഫോം തന്നെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. WH ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അതിനോട് അനുബന്ധമായിട്ട് അല്ലെങ്കിൽ അതിനൊരു കണ്ടിന്യൂറ്റി എന്ന നിലയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഹൗ മച്ച്, അതുപോലെ തന്നെ ഹൗ മെനി. നമുക്കറിയാം ഹൗ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? എന്താണ് എന്നുള്ളതാണ് അല്ലെ? എന്താണെന്നല്ല, എങ്ങനെ. ഹൗ എന്ന് പറയുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പൊ ഹൗ മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതുപോലെ ഹൗ മെനി, അതും എന്താണ്? അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഹൗ മെനി എന്ന് പറഞ്ഞാലും ഹൗ മച്ച് എന്ന് പറഞ്ഞാലും അവിടെ അർത്ഥമാക്കുന്നത് എത്ര എന്നുള്ള മീനിങ് ആണ്. അതായത് ഹൗ മെനി ചെയർസ് ആർ ദേർ ഇൻ ദ റൂം. ഓക്കെ, ഹൗ മെനി ചെയർസ് ആർ ദേർ ഇൻ ദ റൂം. ഈ റൂമിൽ എത്ര ചെയർസ് ഉണ്ട്? ഹൗ മച്ച് വാട്ടർ ഈസ് ദേർ ഇൻ ദ ജഗ്. ഈ ജഗ്ഗില് എത്ര വെള്ളമുണ്ട്? അപ്പൊ എന്താണ് അതിന്റെ ഒരു ഡിഫറൻസ്? ഹൗ മെനി എന്ന് പറയുമ്പോഴും ഒരേ മീനിങ് ആണ്, ഹൗ മച്ച് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹൗ മെനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എണ്ണാം. അതായത് ചെയറുകൾ നമുക്ക് എണ്ണാൻ പറ്റുന്നതല്ലേ? 1 2 3 4 5. അപ്പൊ അത്രയും ചെയർസ് ഉണ്ടെങ്കിൽ എത്ര ചെയർസ് ആണെങ്കിലും നമുക്ക് എണ്ണാൻ പറ്റും. ഹൗ മച്ച് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എണ്ണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം, അതുപോലെ തന്നെ പഞ്ചസാര, പാല്, അപ്പൊ നമുക്കിങ്ങനെ എണ്ണാൻ പറ്റാത്ത സംഭവങ്ങൾ ഇത് എത്രയുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗ മച്ച് ഉപയോഗിക്കുന്നത്. ഹൗ മെനി എന്ന് പറഞ്ഞിട്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അത് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസിലേക്ക് കടക്കാം. ഹൗ മെനി ചെയർസ് ആർ ദേർ ഇൻ ദ റൂം. നമ്മൾ ആ ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം വരുന്നത്? എത്ര ചെയർസ് ആ റൂമിൽ ഉണ്ട്. അപ്പൊ നമുക്ക് എണ്ണ അല്ലെ, 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എണ്ണാനായിട്ട് പറ്റും. ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദേർ ഇൻ യുവർ ഹാൻഡ്. നിന്റെ കയ്യില് എത്ര പൂക്കളുണ്ട്? നമുക്ക് പൂക്കൾ എണ്ണി കൂടെ സുഖമായിട്ട് നമുക്ക് എണ്ണാം അല്ലെ? അതുപോലെ തന്നെ ഹൗ മെനി അംബ്രലാസ് ദേർ ഇൻ ദ ബാസ്കറ്റ്. ആ ബാസ്കറ്റില് എത്ര അംബ്രലാസ് ആണ് ഉള്ളത്? ഹൗ മെനി റൂംസ് ആർ ദേർ ഇൻ ദ ഹൗസ്. ഹൗസില് എത്ര എന്തുണ്ട്? റൂംസ് ആണ് ഉള്ളത്. ഹൗ മെനി ഹൗസസ് ആർ ദേർ ഇൻ ദാറ്റ് പ്ലോട്ട്. ആ പ്ലോട്ടില് എത്ര വീടുകളാണ് ഉള്ളത്? അപ്പോ നമുക്കിങ്ങനെ എണ്ണാൻ കഴിയുന്ന ഏത് കാര്യം അത് എത്രയുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൗ മെനി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഹൗ മച്ച് ആണെങ്കിലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൗ മച്ച് മിൽക്ക് ഈസ് ദേർ ഇൻ ദാറ്റ് ബൗൾ. ആ എന്താണ് ബൗളില് എത്രമാത്രം മിൽക്ക് ആണുള്ളത്? അതായത് അതിന്റെ ക്വാണ്ടിറ്റി ആണ് അവിടെ ചോദിക്കുന്നത്, എത്ര മാത്രമാണ് ഉള്ളത്. ഹൗ മച്ച് റൈസ് ഈസ് ദേർ ഇൻ ദ സാക്ക്. ആ സാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചാക്കില് എത്ര അരിയുണ്ട്? ഹൗ മച്ച് വാട്ടർ ഈസ് ദേർ ഇൻ ദ ജഗ് ഓർ ഇൻ ദ ബക്കറ്റ്. ആ ബക്കറ്റില് എത്ര വെള്ളമാണുള്ളത്? അപ്പൊ നമുക്ക് അത് അളക്കാനായിട്ട് പറ്റും, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെള്ളമൊന്നും നമുക്ക് എണ്ണാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ ഹൗ മച്ച് ഓയിൽ ഈസ് ദേർ ഇൻ ദ ബോട്ടിൽ. ഓയിൽ അതും ഇതേപോലെ തന്നെ ലിക്വിഡ് രൂപത്തിലുള്ളതാണ്, നമുക്ക് എണ്ണാനായിട്ട് പറ്റില്ല. അപ്പോ ബോട്ടിലിൽ എത്ര ലിക്വിഡ് ഉണ്ട്, ഓയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ ചോദിക്കാം. പക്ഷെ നമുക്ക് വേറൊരു കാര്യം ചോദിക്കാം കേട്ടോ. ഹൗ മെനി ബോട്ടിൽസ് ആർ ദേർ ഇൻ ദ റൂം. ആ ബോട്ടിൽ, അതായത് ബോട്ടിൽ ചിലപ്പോൾ വെള്ളമായിരിക്കാം അല്ലെങ്കിൽ എണ്ണയായിരിക്കാം, എന്തോ ആയിരിക്കാം. അപ്പൊ ബോട്ടിൽ എണ്ണാൻ കഴിയുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഹൗ മെനി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് എത്രയുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൗ മെനി ഉപയോഗിക്കുക. എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹൗ മച്ച് എന്നുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതേപോലെ തന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.